ഞാൻ വിചാരിച്ചെത്തുമ്പോ നടക്കുന്നത് രാവിലത്തെ ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളി ദോശ ഉണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു, ഉപ്പുമാവ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഉള്ളത് ലേക്ക് സൈഡാണ്. ഏത് ലേക്ക് സൈഡാന്ന് അറിയില്ല. പക്ഷേ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ ബോട്ടിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് ബോട്ടിംഗ് എന്താണെന്ന് ആലോചിച്ചൊക്കെ ബോട്ടിംഗ് ഉണ്ട്. പക്ഷെ ബോട്ടിംഗ് ബോട്ടിംഗ് ചെയ്യാണ്ട് പോകും. നമ്മളെ നമ്മളായിട്ട് നമ്മൾ ആലോചിക്കണം. പക്ഷെ നമുക്ക് ബോട്ടിങ്ങിന് പകരം അതേ ശരിക്കും തോന്നുന്ന അറിയില്ല. നമുക്ക് പാർക്കിൽ കളിക്കാന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുക. കമ്പനിയില്ലാത്ത കുട്ടിയോ? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. A few moments later. ഒരു ഗന്ധർവലോകത്തെന്നോണം പുകവട്ടം ചുറ്റിലേ. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാണ്. ബാക്കിൽ നിൽക്കുന്ന മൊണ്ണന്റെ വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. എല്ലാവരും @HRID_YE_AAA അടിച്ചു നോക്കിയാല് ഇൻസ്റ്റയില് ഒരു അക്കൗണ്ട് കാണും. അതിന്റെ ഹൈലൈറ്റ് ചിലപ്പോൾ കരയുന്ന വീഡിയോ ഇറക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് അല്ലേ? അതിനെ പറയാൻ വന്നേ ഇതിനകത്ത് കേട്ടില്ല. അങ്ങനെ സ്റ്റേ ട്യൂൺഡ് ഗൈസ് ഫോർ ദാറ്റ് വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് നേരെ മെനു എന്താ കാണിച്ചാൽ നമുക്ക് പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർത്താ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. നമ്മൾ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കാണാൻ വേണ്ടി വന്നത്. ഞാൻ ഇപ്പൊ കൺഫ്യൂഷനിലുണ്ട്. ടീ വാങ്ങണോ ചോക്ലേറ്റ് വാങ്ങണോ? ചോക്ലേറ്റ് വാങ്ങിയാൽ മതി. ടീ വാങ്ങാം. ചോക്ലേറ്റ് 2 ദിവസത്തേക്ക് ഉള്ളൂ. ടീ ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കിട്ടും. അപ്പൊ എപ്പോഴും ചായപ്പൊടി തുറക്കുമ്പോ അതിന്റെ ഹൃദയം വാങ്ങിച്ചത് അല്ലേ? അതാണ്. കുഞ്ഞോളങ്ങൾ കൊഞ്ചും പോലെ കണ്ണേ കണ്ടാൽ നിന്നെ മിണ്ടിയിടുന്നേ നെഞ്ചം താനേ. മനസ്സുകളെ നാം പോകും ദൂരം ഇതുവരെയും ഞാൻ കാണാ ദൂരം. ആ സാധനം പോയി. എല്ലാ സാധനം പോയി. ഈ സാധനം കഴിച്ച് ഈ സാധനം പോയി. ആ പിങ്കൊന്നല്ലോ ചായ കണ്ട് നല്ല ടേസ്റ്റ് ആണ്. ഭയങ്കര കൂടുതലാണ്. അതിന് ചായ മനസ്സിലായി. ചായ അറിയാണ്ട് പിടിക്കുന്നു. അങ്ങോട്ട് ഇറങ്ങാനല്ലോ. പൈസേനെ കൊണ്ടുള്ള സ്ട്രാറ്റജി. കാടമം പൊട്ടി വാങ്ങി കഴിച്ചു. ഇത് ചോക്ലേറ്റ്, ഇത് ഗ്രീൻ ടീ. ഗ്രീൻ ടീ ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റി. പെട്ടിയില് അവർക്കൊക്കെ കവറില്ല, എനിക്ക് പെട്ടിയിലാണ്. കവറും നല്ലതാണ്. കവർ കവർ പോഷല്ലേ?
ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. മോശമല്ല. പ്ലാസ്റ്റിക് വളരെ മോശം. പിന്നെ പെട്ടിനുള്ള സാധനം എന്താ പറയാൻ തന്നിരുന്നു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ചോക്ലേറ്റ് കിട്ടി. എന്ത് മനോഹരമായ ആചാരങ്ങൾ. പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതെങ്ങനെയാണ് ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെടുത്തി വ്ലോഗാണെന്നൊക്കെ പറയുന്നത് എന്താണ് പരിചയപ്പെടുത്തി കൊടുക്കുക. താഴ്ന്ന് പരിചയപ്പെടുത്താൻ ചോക്ലേറ്റ് വാങ്ങാൻ തിരക്കാം. താഴ്ന്ന് പരിചയപ്പെടുത്താം. ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ബ്ലോഗർ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ പറഞ്ഞു ഏതാണ് ഈ ചട്ടപ്പി? ഏത് ചട്ടപ്പി ഈ സാധനം? തളരരുത് രാമൻകുട്ടി, തളരരുത്. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല വെതറാണ്. നമ്മൾ പോകാൻ പോവുകയാണ്. നല്ല വ്യൂ ആട്ടോ അത്. സെറ്റ് വ്യൂ ആണ്. ഇതാണ് ഞങ്ങളെ ബസ് ഗൈസ്. ഏത്? ഏഞ്ചൽ. യെസ് ഏഞ്ചൽ. എവിടെ ഏഞ്ചൽ? അതാ ലെഫ്റ്റ്. നമസ്കാരം ഗൈസ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞങ്ങളിവിടെ ചില്ലയാണ് ഗൈസ്. ഡാൻസ് ആണ് ഗൈസ്. ഫുൾ ചില്ലാണ് ഗൈസ്. ബസ് മറയുകയാണ് ഗൈസ്. ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടാണ് കാറ് തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആ പെണ്ണിറങ്ങിയിട്ടാണ് പാട്ട് വന്നോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇത് രണ്ടും ഇറങ്ങിയത് ഐശാണ്. അതാണ് ഐശ്വര്യ. അതാണ് ഐശ്വര്യ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. ഇത് ഞാൻ ചോദിക്കണം, ഉച്ചയ്ക്ക് മെനു നമ്മൾ എടുത്തോ? ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു മെനു കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ട് മെനു എടുത്തോ? മെനു എന്താ കാണിച്ചു തരാം? ഇല്ല, ക്യാമറമാൻ ആ കാര്യത്തിൽ പറയണം. ഇങ്ങനെ നമ്മള് അവിടെ വീഡിയോ എടുത്തോ. ക്യാമറമാൻ നോക്കട്ടെ. ക്യാമറമാൻ സ്നേഹിക്കൊപ്പം കാണിക്കണം. സ്നേഹിക്കൊപ്പം വിദ്യ. ഫുഡ് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. എത്ര മണിക്ക്? 6:30. 6:30 സൈനിങ് ഓഫ് പറയാനായില്ലട്ടെ, വെറുതെ. അതെ, ഇത് കഴിഞ്ഞ് പിരിയുന്നതിന്റെ സങ്കടമായിരിക്കും. സുഹൃത്തുക്കളെ ഇതൊക്കെ എന്ത്? അതെ, ഛർദിച്ചൊരു വഴിയായി. ഇതിന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റൂല. അങ്ങനെ ആയിരിക്കണം. ട്രിപ്പൊക്കെ വന്നാ ഉറങ്ങാൻ വന്നാ അല്ലല്ലേ, നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. അത് ശ്രീമോള് പറഞ്ഞ കറക്റ്റാണ്. പിന്നെ പരാ അത് രണ്ട് അതാ അവന്തിക്ക് അതേപോലെ തന്നെ. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് കുഞ്ഞോളങ്ങൾ കൊഞ്ചും പോലെ കണ്ണേ കണ്ടാൽ മനസ്സുകള നാം പോകും ദൂരം ഇതുവരെയും ഞാൻ കാണാ ദൂരം. ഇപ്പോൾ സമയം രാത്രി 9:53. ബിഗ് ബോസോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ആക്ച്വലി ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കോവിഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് എത്താനായി ഗൈസ്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മേക്ക് ഷുവർ യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ. വന്നു നിന്നു നീ എന്റെ
ജന്മസാഫല്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി